ലോകരാഷ്ട്രീയത്തിൽ ഏറെ നിർണായകമായ ഒരു ഘട്ടത്തിലൂടെയാണ് നമ്മൾ കടന്നു പോകുന്നത്. ഇറാന്റെ പ്രസിഡന്റ് മസൂദ് പെസഷ്കിയാൻ അമേരിക്കൻ ജനതയെ അഭിസംബോധന ചെയ്തെഴുതിയ കത്തിൽ ഗൗരവകരമായ ചില നിരീക്ഷണങ്ങളാണ് ഉള്ളത്. ഈ കത്ത് വെറും ഒരു നയതന്ത്ര സന്ദേശമല്ല, മറിച്ച് പശ്ചിമേഷ്യയിലെ യാഥാർത്ഥ്യങ്ങളെക്കുറിച്ച് അമേരിക്കൻ ജനതയ്ക്ക് മുന്നിൽ ഇറാൻ വെക്കുന്ന ഒരു വലിയ ചോദ്യചിഹ്നമാണ്. അമേരിക്കൻ ജനതയോട് ഇറാനിലെ ജനങ്ങൾക്കോ ഭരണകൂടത്തിനോ യാതൊരുവിധ ശത്രുതയും ഇല്ലെന്ന് പെസഷ്കിയാൻ ആവർത്തിച്ച് വ്യക്തമാക്കുന്നുണ്ട്. ദശകങ്ങളായി ഇരു രാജ്യങ്ങൾക്കുമിടയിൽ നിലനിൽക്കുന്ന അവിശ്വാസത്തിന് കാരണം അമേരിക്കൻ ഭരണകൂടം സ്വീകരിക്കുന്ന തെറ്റായ നയങ്ങളാണ്. തങ്ങളുടെ രാജ്യത്തിന്റെ പരമാധികാരത്തിന്മേൽ നടത്തുന്ന കടന്നുകയറ്റങ്ങളെയും സാമ്പത്തിക ഉപരോധങ്ങളെയും ഇറാൻ ഒരു ജനതയോടുള്ള യുദ്ധമായിട്ടാണ് കാണുന്നത്. എന്നാൽ ഈ ശത്രുത സാധാരണക്കാരായ അമേരിക്കക്കാരോടില്ലെന്ന് അദ്ദേഹം പ്രത്യേകം ഓർമ്മിപ്പിക്കുന്നു. ഈ കത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട വിശകലനം അമേരിക്ക ഫസ്റ്റ് എന്ന നയത്തെക്കുറിച്ചാണ്. അമേരിക്കയുടെ വിദേശ നയം ഇന്ന് ആരുടെ താല്പര്യമാണ് സംരക്ഷിക്കുന്നത് എന്നാണ് ഈ കത്തിൽ ചോദിക്കുന്നത്. വാഷിംഗ്ടണിലെ തീരുമാനങ്ങൾ ഇന്ന് ഇസ്രായേലിന്റെ താല്പര്യങ്ങൾക്ക് വഴങ്ങിയാണ് എടുക്കുന്നതെന്നും കത്തിൽ പറയുന്നു. അമേരിക്കയുടെ പണവും ആയുധങ്ങളും സൈനിക ശക്തിയും ഇസ്രായേലിന്റെ അധിനിവേശ മോഹങ്ങൾക്കായി ദുരുപയോഗം ചെയ്യപ്പെടുകയാണ്. യഥാർത്ഥത്തിൽ അമേരിക്കൻ ജനതയുടെ സുരക്ഷയല്ല, മറിച്ച് പശ്ചിമേഷ്യയിലെ ഇസ്രായേലിന്റെ ഏകപക്ഷീയമായ നീക്കങ്ങളെ സഹായിക്കുകയാണ് അമേരിക്കൻ സർക്കാർ ചെയ്യുന്നത്. ഇത് അമേരിക്കയെ ഇസ്രായേലിന്റെ ഒരു പ്രോക്സി ആക്കി മാറ്റുന്നു എന്ന യാഥാർത്ഥ്യം അദ്ദേഹം ലോകത്തിന് മുന്നിൽ തുറന്നു വെക്കുന്നു. ഇറാൻ ഒരു ഭീഷണിയാണെന്ന തരത്തിൽ പാശ്ചാത്യ മാധ്യമങ്ങൾ നടത്തുന്ന പ്രചാരണങ്ങളെ വസ്തുതകൾ നിരത്തി അദ്ദേഹം ഈ കത്തിലൂടെ നേരിടുന്നുണ്ട്. ആധുനിക ചരിത്രത്തിൽ ഇന്നുവരെ ഇറാൻ ഒരു രാജ്യത്തെയും ആക്രമിച്ചിട്ടില്ല. ഞങ്ങൾ ഒരിക്കലും ഒരു യുദ്ധത്തിന് തുടക്കമിട്ടിട്ടില്ല. എന്നാൽ ഇന്ന് ഇറാന്റെ ഊർജ്ജ സാമ്പത്തിക മേഖലകളെ ലക്ഷ്യം വെച്ചുകൊണ്ട് നടത്തുന്ന വ്യോമാക്രമണങ്ങൾ വെറും സൈനിക നീക്കങ്ങളല്ല, അവ വ്യക്തമായ യുദ്ധ കുറ്റങ്ങളാണ്. ഒരു ജനതയുടെ അടിസ്ഥാന സൗകര്യങ്ങൾ തകർക്കുന്നത് വഴി അവരെ പട്ടിണിയിലേക്കും ദുരിതത്തിലേക്കും തള്ളിവിടാനാണ് ഇസ്രായേലും അവരെ പിന്തുണയ്ക്കുന്നവരും ശ്രമിക്കുന്നത്.